എല്ലാവർക്കും നമസ്കാരം. ഏപ്രിൽ മാസത്തിലെ കറണ്ട് അഫയേഴ്സിലെ കുറച്ചു ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്നു. അതിന്റെ ബാക്കി ഭാഗവുമായിട്ടാണ് നാം ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ട് തന്നെ അത് കൃത്യമായി പഠിക്കാനായി ശ്രമിക്കുക. അതിൽ നിന്ന് ചോദ്യങ്ങൾ ഉറപ്പായും വരുമെന്ന് ഞാൻ ഉറപ്പു തരികയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ഹാലോ വേൾഡ് എന്ന് പേരിട്ടിരിക്കുന്ന ഭൂമിയുടെ ചിത്രം പകർത്തിയത് ആര്? ഉത്തരം റീഡ് വൈസ്മാൻ. ഹാലോ വേൾഡ് എന്ന് പേരിട്ടിരിക്കുന്ന ഭൂമിയുടെ ചിത്രം പകർത്തിയ ആളാണ് റീഡ് വൈസ്മാൻ. അടുത്ത ചോദ്യം, ഗോലസ്ഥാൻ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ടെഹ്റാൻ. ഇറാനിലെ ടെഹ്റാനിൽ സ്ഥിതി ചെയ്യുന്ന കൊട്ടാരമാണ് ഗോലസ്ഥാൻ കൊട്ടാരം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ AI യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത്? ഉത്തരം മഹാരാഷ്ട്ര. നമുക്കറിയാം എല്ലാം ഇപ്പോൾ AI മയമാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ AI യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് മഹാരാഷ്ട്ര. അടുത്ത ചോദ്യം, പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ പ്രകൃതി പ്രമേയമുള്ള അന്താരാഷ്ട്ര വിമാനത്താവള ടെർമിനൽ എവിടെയാണ്? ഉത്തരം ഗുവാഹത്തി. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ പ്രകൃതി പ്രമേയമുള്ള അന്താരാഷ്ട്ര വിമാനത്താവള ടെർമിനൽ സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഗുവാഹത്തി. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ 2025-2026 സാമ്പത്തിക വർഷം തൊഴിൽ ദിന സൃഷ്ടിയിലും ചെലവിലും ഒന്നാമതെത്തിയ ജില്ല? ഉത്തരം തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ 2025-26 സാമ്പത്തിക വർഷം തൊഴിൽ ദിന സൃഷ്ടിയിലും ചെലവിലും ഒന്നാമതെത്തിയ ജില്ല. അടുത്ത ചോദ്യം, സ്കൂൾ പ്രവേശനം പരമാവധിയാക്കുക, കൊഴിഞ്ഞുപോക്ക് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ മധ്യപ്രദേശ് സർക്കാർ ആരംഭിച്ച 4 ദിവസത്തെ ക്യാമ്പയിൻ? ഉത്തരം സ്കൂൾ ചലേ ഹം. അപ്പോൾ മധ്യപ്രദേശ് സർക്കാർ സ്കൂൾ പ്രവേശനം പരമാവധിയാക്കുക, കൊഴിഞ്ഞുപോക്ക് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ക്യാമ്പയിനാണ് സ്കൂൾ ചലേ ഹം. അടുത്ത ചോദ്യം, വിയറ്റ്നാമിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം ടൂലാവ്. വിയറ്റ്നാമിന്റെ പുതിയ പ്രസിഡന്റാണ് ടൂലാവ്. അടുത്ത ചോദ്യം, മാനസികാരോഗ്യങ്ങളുടെ ഗവേഷണം, രോഗനിർണയം, ചികിത്സ എന്നിവ പരിവർത്തനം ചെയ്യുന്നതിനായി പുറത്തിറക്കിയ രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ ശേഖരം? ഉത്തരം കാം ബ്രെയിൻ. മാനസികാരോഗ്യങ്ങളുടെ ഗവേഷണം, രോഗനിർണയം, ചികിത്സ എന്നിവ പരിവർത്തനം ചെയ്യുന്നതിനായി പുറത്തിറക്കിയ രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ ശേഖരമാണ് കാം ബ്രെയിൻ. അടുത്ത ചോദ്യം, ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ നിലവിൽ വരുന്നത് എവിടെ? ഉത്തരം കൽപ്പാക്കം, തമിഴ്നാട്. തമിഴ്നാട്ടിലെ കൽപ്പാക്കത്താണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ PFBR ആദ്യമായി നിലവിൽ വരുന്നത്. അടുത്ത ചോദ്യം, പുതുച്ചേരി നിയമസഭാ തിരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ബൂത്തിൽ വോട്ടർമാരെ സ്വീകരിക്കാനും വഴികാട്ടാനും ഉപയോഗിച്ച ഹ്യൂമനോയിഡ് റോബോട്ട്? ഉത്തരം നിള. അതായത് നമ്മുടെ വോട്ടിംഗ് ബൂത്തിൽ വോട്ടർമാരെ സ്വീകരിക്കാനും വഴികാട്ടാനും പുതുച്ചേരി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച ഹ്യൂമനോയിഡ് റോബോട്ടിന്റെ പേരാണ് നില. അടുത്ത ചോദ്യം, ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഏകദേശം 700 കിലോമീറ്റർ താഴെ മാൻഡിലിൽ ജലം സംഭരിച്ചു വെക്കാൻ കഴിവുള്ളതായി ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ ധാതുവിന്റെ പേരെന്ത്? അതായത് നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും 700 കിലോമീറ്റർ ഉള്ളിൽ മാൻഡിലിൽ ജലം സംഭരിച്ചു വയ്ക്കാൻ കഴിവുള്ളതായി ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ ധാതുവിന്റെ പേരാണ് റിംഗ് വുഡൈറ്റ്. അടുത്ത ചോദ്യം, പശ്ചിമഘട്ടത്തിൽ നിന്നും പുതുതായി കണ്ടെത്തിയ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിലെ ഉദ്യാനപാലകനായിരുന്ന NK ജനാർദ്ദനന്റെ പേര് നൽകപ്പെട്ട സസ്യത്തിന്റെ പേര്? ഉത്തരം ലോബേലിയ ജനാർദ്ദനി. അപ്പോൾ അത് കണ്ടെത്തിയത് പശ്ചിമഘട്ടത്തിൽ നിന്ന്, അതിന് പേര് നൽകിയത് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിലെ ഉദ്യാനപാലകനായിരുന്ന NK ജനാർദ്ദനന്റെ പേരാണ്. ആ സസ്യത്തിന്റെ പേരാണ് ലോബേലിയ ജനാർദ്ദനി. അടുത്ത ചോദ്യം, ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ പാർട്ട് ടൈം ചെയർമാനായി അടുത്തിടെ നിയമിതനായ മലയാളി? ഉത്തരം G. കൃഷ്ണകുമാർ.
ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ പാർട്ട് ടൈം ചെയർമാനായി അടുത്തിടെ നിയമിതനായ മലയാളിയാണ് ജി കൃഷ്ണകുമാർ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രൈവർ ഇല്ലാത്ത പോഡ് ടാക്സി സംവിധാനത്തിന് തറക്കല്ലിട്ട നഗരം. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രൈവർ ഇല്ലാത്ത പോഡ് ടാക്സി സംവിധാനത്തിന് തറക്കല്ലിട്ട നഗരമാണ് മുംബൈ. അടുത്ത ചോദ്യം, ലോകത്തിലെ ആദ്യത്തെ 10 ഗിഗ രാജ്യമായി മാറിയത്. ഉത്തരം UAE. ലോകത്തിലെ ആദ്യത്തെ 10 ഗിഗ രാജ്യമായി മാറിയത് UAE. അടുത്ത ചോദ്യം, മൗണ്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ സൈക്കിളിൽ എത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത. ഉത്തരം ദിവ്യ സിംഗ്. മൗണ്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ സൈക്കിളിൽ എത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ദിവ്യ സിംഗ്. അടുത്ത ചോദ്യം, പ്രഥമ ബിംസ്റ്റെക് ഗെയിംസ് 2027 വേദി. ഉത്തരം ഇന്ത്യ. ഇന്ത്യയിൽ വെച്ചാണ് പ്രഥമ ബിംസ്റ്റെക് ഗെയിംസ് 2027 നടക്കുന്നത്. അടുത്ത ചോദ്യം, 2031 ഫിഫ വനിതാ ലോകകപ്പിന്റെ വേദി. ഉത്തരം USA. അതായത് ഫിഫ വനിതാ ലോകകപ്പ് 2031 വേദിയാണ് USA. അടുത്ത ചോദ്യം, ആർടെമിസ് 2 ദൗത്യത്തിലെ യാത്രികർ പേടകത്തിൽ നിന്നും പകർത്തിയ ചന്ദ്രന്റെ ഉപരിതലത്തിന് പിന്നിലായി ഭൂമി അസ്തമിക്കുന്നതിന്റെ മനോഹരമായ ദൃശ്യത്തിന് നൽകിയ പേരെന്ത്? ഉത്തരം എർത്ത് സെറ്റ്. അതായത് നമ്മുടെ ചന്ദ്രന്റെ ഉപരിതലത്തിന് പിന്നിലായി ഭൂമി അസ്തമിക്കുന്നതിന് മനോഹരമായ ചിത്രം പകർത്തിയത് ആർടെമിസ് 2 ദൗത്യത്തിലെ യാത്രികരാണ്. ആ ചിത്രത്തിന്റെ പേരാണ് എർത്ത് സെറ്റ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ടെക്സ്റ്റൈൽ റിക്കവറി ഫെസിലിറ്റി ആരംഭിച്ച നഗരമേത്? ഉത്തരം നവി മുംബൈ. ഇന്ത്യയിലെ ആദ്യത്തെ ടെക്സ്റ്റൈൽ റിക്കവറി ഫെസിലിറ്റി ആരംഭിച്ച നഗരമാണ് നവി മുംബൈ. അടുത്ത ചോദ്യം, 40 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം 2026 ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടുന്ന രാജ്യം. ഉത്തരം ഇറാഖ്. ഇറാഖാണ് 40 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം 2026 ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടിയത്. അടുത്ത ചോദ്യം, 2026 ഏപ്രിലിൽ മെറ്റ കമ്പനി പുറത്തിറക്കിയ അവരുടെ പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡലിന്റെ പേരെന്ത്? ഉത്തരം മ്യൂസ് സ്പാർക്ക്. അപ്പോൾ 2026 ഏപ്രിലിൽ മെറ്റ കമ്പനി പുറത്തിറക്കിയ അവരുടെ പുതിയ AI മോഡലിന്റെ പേരാണ് മ്യൂസ് സ്പാർക്ക്. അടുത്ത ചോദ്യം, പരമ്പരാഗത പഠന രീതിയും QR കോഡ് അധിഷ്ഠിതമായ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയും സമന്വയിപ്പിക്കുന്ന ആദ്യത്തെ മലയാള പാഠപുസ്തകത്തിന്റെ പേരെന്ത്? ഉത്തരം അക്ഷരം. അതായത് പരമ്പരാഗത പഠന രീതിയും QR കോഡ് അധിഷ്ഠിതമായ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയും സമന്വയിപ്പിക്കുന്ന ആദ്യത്തെ മലയാള പാഠപുസ്തകത്തിന്റെ പേരാണ് അക്ഷരം. അടുത്ത ചോദ്യം, ലോകത്തിലെ ആദ്യത്തെ സംയോജിത ആഗോള വന്യജീവി സംരക്ഷണ സർവകലാശാല നിലവിൽ വരുന്നു. ഉത്തരം ജാംനഗർ, ഗുജറാത്ത്. അപ്പോൾ നമ്മൾ നേരത്തെ ആദ്യത്തെ AI യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് പറഞ്ഞു. ഇപ്പോൾ ലോകത്തിലെ ആദ്യത്തെ സംയോജിത ആഗോള വന്യജീവി സംരക്ഷണ സർവകലാശാല നിലവിൽ വരുന്നത് ഗുജറാത്തിലെ ജാംനഗറിലാണ്. സംയോജിത ആഗോള വന്യജീവി സംരക്ഷണ സർവകലാശാല. അടുത്ത ചോദ്യം, അടുത്തിടെ അന്തരിച്ച ലയൺ ഓഫ് ലഡാക്ക് എന്നറിയപ്പെടുന്ന 1999 കാർഗിൽ യുദ്ധത്തിലെ മഹാവീര ചക്ര ലഭിച്ച സൈനിക ഉദ്യോഗസ്ഥന്റെ പേര്? ഉത്തരം കേണൽ സോണം വാങ്ചുക്. അപ്പോൾ കേണൽ സോണം വാങ്ചുക്കിനെയാണ് ലയൺ ഓഫ് ലഡാക്ക് എന്ന് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? 1999 കാർഗിൽ യുദ്ധത്തിലെ മഹാവീര ചക്ര ലഭിച്ച സൈനികനും കൂടിയാണ് അദ്ദേഹം. അപ്പോൾ ലയൺ ഓഫ് ലഡാക്ക് എന്നറിയപ്പെടുന്നത് കേണൽ സോണം വാങ്ചുക്. അടുത്ത ചോദ്യം, 1 ട്രില്യൺ രൂപയുടെ വിറ്റുവരവ് പിന്നിട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് കമ്പനി ഏത്? ഉത്തരം അമൂൽ. അമൂൽ കമ്പനിയാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് കമ്പനി. 1 ട്രില്യൺ രൂപയുടെ വിറ്റുവരവ് പിന്നിട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് കമ്പനിയാണ് അമൂൽ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ കൽക്കരി ടു അമോണിയം
നൈട്രേറ്റ് പ്രൊജക്ട് ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം ജാൻസുഗുഡ, ഒഡീഷ. ഒഡീഷയിലെ ജാൻസുഗുഡയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ കൽക്കരിയിൽ നിന്ന് അമോണിയം നൈട്രേറ്റ് പ്രൊജക്ട് ആരംഭിച്ചത്. അടുത്ത ചോദ്യം, 2026 ഏപ്രിലിൽ രാജ്യസഭാ സീറ്റിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത വ്യക്തി? ഉത്തരം ഹരിവംശ നാരായൺ സിംഗ്. പുതുതായി രാജ്യസഭാ സീറ്റിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത വ്യക്തിയാണ് ഹരിവംശ നാരായൺ സിംഗ്. അടുത്ത ചോദ്യം, 2026 ഏപ്രിലിൽ വടക്കൻ സിക്കിമിലെ മണ്ണിടിച്ചിലിൽ വിനോദസഞ്ചാരികളെ രക്ഷിക്കുന്നതിനായി ഇന്ത്യൻ സൈന്യം നടത്തിയ രക്ഷാപ്രവർത്തനം? ഉത്തരം ഓപ്പറേഷൻ ഹിംസേതു. വടക്കൻ സിക്കിമിലെ മണ്ണിടിച്ചിലിൽ വിനോദസഞ്ചാരികളെ രക്ഷിക്കുന്നതിനായി ഇന്ത്യൻ സൈന്യം നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ഹിംസേതു. അടുത്ത ചോദ്യം, 2026 ഏപ്രിലിൽ നടക്കുന്ന ഇന്ത്യയും ഈജിപ്തും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമായ സൈക്ലോൺ 4ന്റെ വേദി? ഉത്തരം അൻഷാസ്, ഈജിപ്ത്. അപ്പോൾ സൈക്ലോൺ 4 നടക്കുന്നത് ഇന്ത്യയും ഈജിപ്തും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമാണ് സൈക്ലോൺ 4. അതിന്റെ വേദിയാകുന്നത് ഈജിപ്തിലെ അൻഷാസാണ്. അടുത്ത ചോദ്യം, 2028 നടക്കാനിരിക്കുന്ന എത്രാമത് UN കാലാവസ്ഥാ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാനുള്ള തീരുമാനത്തിൽ നിന്നാണ് ഇന്ത്യ പിന്മാറിയത്? ഉത്തരം COP33. അടുത്ത ചോദ്യം, ദേശീയ പാതയോരങ്ങളിലെ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനായി ഇന്ത്യയുടെ ദേശീയപാത അതോറിറ്റി ആരംഭിച്ച പുതിയ പദ്ധതി? ഉത്തരം ആരോഗ്യവനം. നമ്മുടെ ദേശീയപാതയോരങ്ങളിൽ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനായി NHAI ആരംഭിച്ച പുതിയ പദ്ധതിയാണ് ആരോഗ്യവനം. അടുത്ത ചോദ്യം, ഇന്ത്യൻ സൈന്യത്തിന്റെ ബ്രഹ്മാസ്ത്ര അഭ്യാസത്തിന്റെ വേദി? ഉത്തരം പൊഖ്രാൻ. ഇന്ത്യൻ സൈന്യത്തിന്റെ ബ്രഹ്മാസ്ത്ര അഭ്യാസത്തിന്റെ വേദിയാകുന്നത് പൊഖ്രാൻ. അടുത്ത ചോദ്യം, 2026 ഏപ്രിലിൽ അന്തരിച്ച ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ റെക്കോർഡ് ചെയ്ത ഗായിക എന്ന ഗിന്നസ് റെക്കോർഡിന് അർഹയായ ഇന്ത്യൻ പിന്നണി ഗായിക? ഉത്തരം ആശ ഭോസ്ലെ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ റെക്കോർഡ് ചെയ്ത ഗായിക എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയ ഇന്ത്യൻ പിന്നണി ഗായികയാണ് ആശ ഭോസ്ലെ. അടുത്ത ചോദ്യം, ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായി ക്രൂ മൊഡ്യൂൾ സുരക്ഷിതമായി കടലിൽ ഇറക്കുന്നതിനുള്ള രണ്ടാമത് എയർ ഡ്രോപ്പ് പരീക്ഷണം വിജയകരമായി നടന്നത് എവിടെ വെച്ചാണ്? ഉത്തരം ശ്രീഹരിക്കോട്ട. ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായി ക്രൂ മൊഡ്യൂൾ സുരക്ഷിതമായി കടലിൽ ഇറക്കുന്നതിനുള്ള രണ്ടാമത് എയർ ഡ്രോപ്പ് പരീക്ഷണം വിജയകരമായി നടന്നത് ശ്രീഹരിക്കോട്ടയിൽ വെച്ചാണ്. അടുത്ത ചോദ്യം, മെനോർക്ക മാസ്റ്റേഴ്സ് ചെസ് ടൂർണമെന്റിൽ ജേതാവായ ഇന്ത്യൻ താരം? ഉത്തരം നിഹാൽ സരീൻ. നിഹാൽ സരീനാണ് മെനോർക്ക മാസ്റ്റേഴ്സ് ചെസ് ടൂർണമെന്റിൽ ജേതാവായ ഇന്ത്യൻ താരം. അടുത്ത ചോദ്യം, ഏഷ്യൻ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരം? ഉത്തരം ആയുഷ് ഷെട്ടി. ഏഷ്യൻ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ താരമാണ് ആയുഷ് ഷെട്ടി. അടുത്ത ചോദ്യം, ഹംഗറിയുടെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുന്ന വ്യക്തി? ഉത്തരം പീറ്റർ മഖ്യാർ. ഹംഗറിയുടെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുന്ന വ്യക്തിയാണ് പീറ്റർ മഖ്യാർ. അടുത്ത ചോദ്യം, 2026 ഏപ്രിലിൽ സ്വാമി വിവേകാനന്ദന്റെ പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനം ചെയ്ത രാജ്യം? ഉത്തരം അമേരിക്ക. 2026 ഏപ്രിലിൽ സ്വാമി വിവേകാനന്ദന്റെ പൂർണ്ണമായ പ്രതിമ അനാച്ഛാദനം ചെയ്ത രാജ്യമാണ് അമേരിക്ക. അടുത്ത ചോദ്യം, ഭാരതീയ ഭാഷാ പരിഷത്തിന്റെ യുവ പുരസ്കാരത്തിന് അർഹയായ മലയാള എഴുത്തുകാരി? ഉത്തരം ജിൻഷ ഗംഗ. ഭാരതീയ ഭാഷാ പരിഷത്തിന്റെ യുവ പുരസ്കാരത്തിന് അർഹയായ മലയാള എഴുത്തുകാരിയാണ് ജിൻഷ ഗംഗ. അടുത്ത ചോദ്യം, ഇസ്രായേലിന്റെ ഇന്റലിജൻസ് ഏജൻസിയായ മൊസാദിന്റെ പുതിയ തലവനായി നിയമിതനാകുന്നത്? ഉത്തരം റോമൻ ഗോഫ്മാൻ. ഇസ്രായേലിന്റെ ഇന്റലിജൻസ് ഏജൻസിയായ മൊസാദിന്റെ പുതിയ തലവനായി നിയമിതനാകുന്ന വ്യക്തിയാണ് റോമൻ ഗോഫ്മാൻ. അടുത്ത ചോദ്യം, ലോക കരൾ ദിനമായി ആചരിക്കുന്നത്?
ഉത്തരം ഏപ്രിൽ 19. ലോക കരൾ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 19. രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാനായി 3ാം തവണയും ചുമതലയേറ്റ വ്യക്തി? ഹരിവംശ നാരായൺ സിംഗ്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പഠിച്ചതാണ്. രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത് രാജ്യസഭയിലേക്ക് എത്തിയ വ്യക്തിയാണ് ഹരിവംശ നാരായൺ സിംഗ്. അദ്ദേഹത്തെയാണ് രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാനായി 3ാം തവണയും ചുമതലയേറ്റത്. അടുത്ത ചോദ്യം, ഇൻഫോസിസിന്റെ ഗ്ലോബൽ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ പ്രശസ്ത സ്പാനിഷ് ടെന്നീസ് താരം? ഉത്തരം കാർലോസ് അൽക്കാരസ്. നമുക്കറിയാം, ഗോൾഡൻ സ്ലാം എന്ന ബഹുമതിയൊക്കെ നേടിയ ആ താരമാണ് കാർലോസ് അൽക്കാരസ്. കഴിഞ്ഞ വർഷം എല്ലാ ഗ്രാൻഡ് സ്ലാം ഓപ്പൺ ടൂർണമെന്റും നേടിയ വ്യക്തിയാണ് ഇൻഫോസിസിന്റെ പുതിയ ഗ്ലോബൽ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് കാർലോസ് അൽക്കാരസ്. അടുത്തിടെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ദേശീയ പ്രാധാന്യമുള്ള ജിയോ ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിച്ച യാന ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഉത്തരം കർണാടക. അപ്പോൾ യാന ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് കർണാടക. യാന ഗുഹകളെ അടുത്തിടെ ജിയോ ഹെറിറ്റേജ് സൈറ്റായി ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ. ഇനിയും കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളുണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ തരുന്നതായിരിക്കും. ഇതുവരെ നൽകിയ മുഴുവൻ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും കൃത്യമായി പഠിക്കാനായി ശ്രമിക്കുക. നമുക്ക് 2026 വരുന്ന പരീക്ഷകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളിവിടെ നൽകിയിരിക്കുന്നത്. ഇതിൽ നിന്നും ഉറപ്പായും കറണ്ട് അഫയേഴ്സിൽ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. കാരണം എല്ലാ വിഭാഗത്തിലുള്ള കറണ്ട് അഫയേഴ്സും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്പോർട്സ് ആയിക്കോട്ടെ, ഇന്റർനാഷണൽ ആയിക്കോട്ടെ, ദേശീയ തലത്തിലുള്ളതായിക്കോട്ടെ, എല്ലാ തരത്തിലുള്ളതും വരുന്നതായതുകൊണ്ട് ധാരാളം മാർക്ക് ഈ ഒരു കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി പഠിക്കാനായി ശ്രമിക്കുക. അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ തന്നെ കാണാം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.